അപ്പോൾ ഇന്നലെ രാത്രി നല്ല അടിപൊളി ഒരു മഴ കിട്ടിയിട്ടോ, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹൈറ്റിൽ നിൽക്കുന്ന പ്ലാന്റിന് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടോ. അപ്പോൾ അത് നൈറ്റ് ഞാൻ കെട്ടി വെച്ചതാണ് കേട്ടോ. ഇതിങ്ങനെ ഹൈറ്റുള്ള കാരണം തന്നെ ചെറിയൊരു കാറ്റ് വന്നാൽ പോലും ഇളകി പൊട്ടി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിതാ ഇന്നലെ രാത്രി മഴ കൊണ്ടിട്ട് കെട്ടി വെച്ചതാണ് കേട്ടോ. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം, കെട്ടി വെച്ചിട്ടൊന്നും കാര്യം ഉണ്ടായില്ല. എന്നിട്ടും നല്ല കാറ്റിൻ്റെ നല്ല ശക്തമായിട്ടുള്ള കാറ്റും കാര്യങ്ങളായിരുന്നു കേട്ടോ. എന്നിട്ട് തന്നെ നമ്മളാ ഒരു പ്ലാന്റിൻ്റെ ഗ്യാപ്പിൽ അത്യാവശ്യം വലിയ സൈസുള്ളൊരു കമ്പ് പൊട്ടി വീണു കേട്ടോ. കണ്ടോ, നല്ല തടിയുള്ള അത്യാവശ്യം ഹൈറ്റ് പറഞ്ഞാൽ നല്ല തിക്നെസ്സോട് കൂടിയിട്ടാണ് അവിടെ നിന്നിരുന്നത് കേട്ടോ. ആ ഒരു പ്ലാന്റ് ഇതാ ഇത്രയും ഒരു ഭാഗം പൊട്ടി വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും വേറെ ആ ഒരു ഗ്യാപ്പിൽ തന്നെ കുഴിച്ചിടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ബാക്കിൽ കൊണ്ടുപോയിട്ട് വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. ഇപ്പോൾ ഒരു ചൂട് കാലത്ത് വേഗം ഉണങ്ങിപ്പോകുമല്ലോ, അപ്പോൾ അത് വിചാരിച്ചിട്ട്. പിന്നെ അത് ആ കർട്ടനും അതേപോലെ നന്നായിട്ട് തന്നെ കാറ്റിന് ഇങ്ങനെ പാറണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാനിങ്ങനെ ജസ്റ്റ് ഒരു വള്ളി കൊടുന്നിട്ട് അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയ കാരണം തന്നെ ചെറുതായിട്ടൊരു വൈകിട്ടൊക്കെയാണ് കേട്ടോ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. പിന്നെ തലേ ദിവസം വെച്ച കറിയും ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും പണിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മഴ ഉള്ളത് കാരണം തന്നെ രാവിലെ എഴുന്നേൽക്കാൻ കുറച്ച് മടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മദ്രസ ഇല്ലല്ലോ, അതുകൊണ്ട് കുറച്ച് നേരം അധികം കിടന്നു. അപ്പോൾ വേഗം തന്നെ ഇതാ കറിയും കാര്യങ്ങളൊക്കെ ചൂടാക്കിയിട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഷാനാൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ മിന്നുവിന് എന്തായാലും ഒന്ന് ചെറുതാക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. നല്ല ടീഷർട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം അധികം കേടുവരാത്തതും ബാക്കിയൊക്കെ ഞാൻ ഇതുപോലെ ഹരിതകർമ്മസേന വന്നപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. നമുക്കൊരു ഈ ഒരു കഴിഞ്ഞ മാസം ഡ്രസ്സിൻ്റെ ഇതായിരുന്നു കേട്ടോ, ഡ്രസ്സ് കൊടുക്കലായിരുന്നു. അപ്പോൾ ഇനി 6 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം അതൊക്കെ പൊടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കവറൊക്കെ കെട്ടി വെച്ചു, നന്നായിട്ട് തന്നെ പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നിന്നേക്കാണ് കേട്ടോ. പിന്നെ നല്ലൊരു എനർജിയോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ വയറ് ചെറുതായിട്ടൊരു പണി പറ്റിച്ച കാരണം പിന്നെ അങ്ങോട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അത്രയും ടയേർഡായിരുന്നു. അതിൻ്റെ ഇടയിൽ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും അതേപോലെ കുറച്ച് പണികളൊക്കെ വയ്ക്കുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനിടയിൽ വീഡിയോ എടുക്കലും ഒക്കെ കൂടെ ഒരു ആകപ്പാടെ ഒരു ജഗപ്പുകാവും പറഞ്ഞിട്ട് വീഡിയോ ഒന്ന് സ്കിപ്പാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മിന്നുവിനെയൊക്കെ കുളിപ്പിച്ച് വേഗം ഉറക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വയ്ക്കുന്ന പോലെ ബാക്കിയുള്ള പരിപാടി കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരേക്കും ബൈ.